ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി അടുത്ത 2 മാസങ്ങളിൽ പാകിസ്ഥാനിലും UAE-യിലുമായിട്ട് നടക്കാൻ പോവുകയാണ്. ഈ ടൂർണമെന്റിന്റെ അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും ഒടുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് അനൗൺസ് ചെയ്തത് മുതൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ ടൂർണമെന്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് പാകിസ്ഥാന് ഹോസ്റ്റിംഗ് റൈറ്റ്സ് കൊടുത്തപ്പോൾ മുതൽ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ടീമിന് പാകിസ്ഥാനിലേക്ക് പോകുവാനുള്ള വിസ നിഷേധിക്കുകയും അതിനെപ്പറ്റിയുള്ള ഒരുപാട് തർക്കങ്ങൾ നൽകുകയും പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്ത് തന്നെ ഈ ടൂർണമെന്റ് നടത്തണമെന്ന് വാശി പിടിക്കുകയും പിന്നീട് ICC PCBയെ കൺവിൻസ് ചെയ്യുകയും ഈ ഇന്ത്യയുടെ മത്സരങ്ങൾ ഒരു ഹൈബ്രിഡ് മോഡലിൽ നടത്താനായിട്ട് UAE-യിൽ ഒരു വെന്യൂ ആയിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാൻ ഒരു ICC ടൂർണമെന്റിനായിട്ട് ഇന്ത്യയിലേക്ക് വരികയില്ല എന്നുള്ളൊരു തീരുമാനം PCBയും എടുക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പാകിസ്ഥാനിലെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ ഈ ICC ടൂർണമെന്റ് ആകുമ്പോഴേക്കും റെഡി ആകുമോ എന്നുള്ള ഒരു അനിശ്ചിതത്വമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ വാർത്തകളിലെല്ലാം അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പാർലമെന്റിലെ MP-മാർ അവർ അഫ്ഗാനിസ്ഥാനുമായിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ട് കളിക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ അങ്ങനെ കളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ECBക്ക് സമർപ്പിച്ചിരുന്നു. അതായത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന് സമർപ്പിച്ചിരുന്നു. പക്ഷേ ECB അതിനെ തള്ളിക്കളയും. എല്ലാ രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനുമായിട്ട് കളിക്കാതിരിക്കുകയാണെങ്കിൽ മാത്രം ഞങ്ങൾ കളിക്കാതിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് അവർ പുറത്തുവിട്ടത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിന് സ്ത്രീകൾക്ക് വേണ്ടത്ര ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വിഷയമാണ്. അത് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇത് നേരത്തെ തന്നെ ഓസ്ട്രേലിയ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ബൈലാറ്ററൽ സീരീസ് കളിക്കുന്നതിനെ എതിർത്തിരുന്നു. 3 പ്രാവശ്യമാണ് ഓസ്ട്രേലിയ ഇതുപോലെയുള്ള ബൈലാറ്ററൽ ടൂർണമെന്റിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ കളിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ ഇതുപോലെയുള്ള ICC ഇവന്റ്സ് വരുമ്പോൾ ഓസ്ട്രേലിയ കളിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയുടെ സ്പോർട്സ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ താലിബാന്റെ ഈ ഒരു കടുംപിടുത്തം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഈ ഒരു ടൂർണമെന്റിൽ കളിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ 8 ടീമുകളാണ് പ്രധാനമായിട്ടും ഈ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. അത് 4 ടീമുകൾ വീതമുള്ള 2 ഗ്രൂപ്പുകളാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാന്റെ ഗ്രൂപ്പിലുള്ള 3 ടീമുകളും അഫ്ഗാനിസ്ഥാനെതിരെ ഇതുപോലെ പ്രതിഷേധം അറിയിക്കുന്നവരാണ്. ഒന്ന് ഓസ്ട്രേലിയ, മറ്റൊന്ന് ഇംഗ്ലണ്ട്, പിന്നെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയും. അപ്പൊ എല്ലാ ടീമുകളും ഇതുപോലെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് മത്സരങ്ങളെല്ലാം നടക്കുമെന്ന് തന്നെയാണ് എല്ലാ ആരാധകരുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിലെ 8 ടീമുകളാണ് മാറ്റിവെക്കുന്നത് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടീമുകളായ വെസ്റ്റ് ഇൻഡീസും ശ്രീലങ്കയും ഇതിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടില്ല. 8 ടീമുകൾ മാത്രമുള്ളപ്പോൾ അതിൽ അഫ്ഗാനിസ്ഥാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് അഫ്ഗാനിസ്ഥാൻ കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനങ്ങളാണ്. നമ്മൾ 2023 ഏകദിന ലോകകപ്പ് അത് ഇന്ത്യയിലാണ് നടന്നത്. ആ ലോകകപ്പിലെ അവരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് അന്ന് അഫ്ഗാനിസ്ഥാൻ ടീമിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ടൂർണമെന്റിൽ പ്രധാനപ്പെട്ട ടീമുകളായിട്ടുള്ള പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇംഗ്ലണ്ട് ഇങ്ങനെയുള്ള എല്ലാ ടീമുകളെയും തോൽപ്പിക്കുകയും നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ 2024 ജൂണിൽ വെസ്റ്റ് ഇൻഡീസിലും USA-യിലുമായിട്ട് നടന്ന T20 ലോകകപ്പിൽ, ആ ലോകകപ്പിലും ഇതുപോലെ തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അന്ന് അവർ ഓസ്ട്രേലിയനെയും ബംഗ്ലാദേശിനെയും ന്യൂസിലൻഡിനെയും പരാജയപ്പെടുത്തുകയും സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിരുന്നു. സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ടായിരുന്നു അവർ പരാജയപ്പെട്ടത്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു 1.5 കൊല്ലമായിട്ട് അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് എക്സലന്റ് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ഒരുപാട് താരങ്ങൾ ഈ ലോക ക്രിക്കറ്റിലെ ഡിഫറെന്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ഫ്രാഞ്ചൈസ് ക്രിക്കറ്റിന്റെ ഭാഗവുമാണ്. റഷീദ് ഖാനും റഹ്മാനുള്ള ഗുർബാസും ഒക്കെ അതിലെ പ്രധാനപ്പെട്ട താരങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ നാട്ടിൽ ഇത്രത്തോളം വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ടീമും അവരുടെ താരങ്ങളും ലോക ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ചില സ്മാർട്ട് ആയിട്ടുള്ള മൂവുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത് കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അവരുടെ ടീമിന്റെ ഒരു സപ്പോർട്ട് സ്റ്റാഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോച്ച് എന്ന് പറയുന്നത് ജോനാഥൻ ട്രോട്ട് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ ആയിരുന്നു. അദ്ദേഹം എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിനെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കോച്ചായിട്ട് അവർ നിയമിച്ചിരിക്കുന്നത്. 2023 ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിനായിട്ട് അവർ ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ അവർ മെന്ററായിട്ട് എടുത്തത് ഇന്ത്യയിൽ നിന്നുള്ള അജയ് ജഡേജയായിരുന്നു. അജയ് ജഡേജ ഒരു നല്ല ക്രിക്കറ്റിംഗ് ബ്രെയിൻ ഉള്ള ഒരാളാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു ക്രിക്കറ്റിംഗ് കരിയർ, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യക്ക് കളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലും അതിനുശേഷവും അദ്ദേഹത്തിന്റെ കമന്റ്സും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ക്രിക്കറ്റിംഗ് ബ്രെയിനാണ്. അപ്പോൾ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ എങ്ങനെ കളിക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ധാരണയുള്ള ഒരാളെ മെന്ററാക്കിക്കൊണ്ട് ഒരു സ്മാർട്ട് ആയിട്ടുള്ള മൂവാണ് അന്ന് അഫ്ഗാനിസ്ഥാൻ നടത്തിയത്. അതിനുശേഷം വീണ്ടും ഈ T20 ലോകകപ്പിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ലോകകപ്പ് നടന്ന് വെസ്റ്റ് ഇൻഡീസിൽ
എയിലും USA-ലുമായിട്ടായിരുന്നു. അപ്പോൾ അവർ വീണ്ടും ഇതുപോലെ തന്നെ നല്ലൊരു മൂവ് നടത്തുകയും ലോകം കണ്ട ഏറ്റവും മികച്ച T20 പ്ലെയർമാരിൽ ഒരാളായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിന്റെ ഡ്വെയിൻ ബ്രാവോയെ തങ്ങളുടെ ടീമിലേക്ക് അസിസ്റ്റന്റ് കോച്ച് അല്ലെങ്കിൽ ബൗളിംഗ് കോച്ച് എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഹെൽപ്പ് അവർ എടുക്കുകയും ചെയ്തു. ആ ഒരു ടൂർണമെന്റിൽ അവർ സെമി ഫൈനലിലേക്ക് എത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ അവരുടെ പ്രകടനം എങ്ങനെയായിരിക്കും? ഈ രണ്ട് ടൂർണമെന്റ് മേജർ ടൂർണമെന്റുകളിൽ അവർ നടത്തിയ പ്രകടനം അതേപോലെ അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അതിനായിട്ട് ഈ ടൂർണമെന്റുകളിലെ എല്ലാ മത്സരങ്ങളും അവർ കളിക്കുന്നത് പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുണ്ടായിരുന്ന യൂനുസ് ഖാനെ തങ്ങളുടെ മെന്ററായിട്ട് ഇപ്പോൾ അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ എങ്ങനെ കളിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു ധാരണയുള്ള ഒരു താരത്തിനെ എപ്പോഴും ഇതുപോലെയുള്ള ഒരു ടൂർണമെന്റുകളിൽ ഒരു മെന്ററായിട്ട് അല്ലെങ്കിൽ കോച്ചായിട്ടൊക്കെ വെക്കാനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഈ അനിശ്ചിതത്വങ്ങളെല്ലാം മാറി അഫ്ഗാനിസ്ഥാൻ ഒരു ടോപ്പ് ക്ലാസ് പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.